വീണാറ്റിയുടെ ലോക്കറിൽ എന്തായിരുന്നു? ഇന്നലെ തിരുവനന്തപുരത്ത് HDFC ബാങ്കിലെ ലോക്കറിൽ ഇടി നടത്തിയ പരിശോധനയിൽ എന്തെങ്കിലും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല എന്നാണ് കേൾക്കുന്നത്. ലോക്കർ തുറക്കുമ്പോൾ വിസ്മയങ്ങൾ കിട്ടുമോ എന്ന് നോക്കാമെന്നാണ് പിണറായി വിജയൻ ഇന്നലെ പറഞ്ഞത്. എന്തായാലും ലോക്കർ പരിശോധിച്ചതിൽ ഒന്നും കിട്ടിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട രേഖകളോ വസ്തുക്കളോ ഒന്നും കിട്ടിയിട്ടില്ല. വീണാറ്റിക്ക് വീണ്ടും സമൻസ് അയക്കും എന്നുള്ളതാണ് ഇഡി വൃത്തങ്ങൾ അറിയിക്കുന്നത്. തുടർ നടപടികൾ വേഗത്തിലാക്കുകയാണ് ഇഡി. ഇതിനിടെ 242 ബാങ്ക് അക്കൗണ്ടുകളിലായി 18.36 കോടി രൂപ മരവിപ്പിച്ചതിന് പിന്നാലെ കണ്ടുകെട്ടൽ നടപടികളിലേക്കും ഇഡി കടന്നിട്ടുണ്ട്. സജോ ദേവസ്യ വിവരങ്ങളുമായി ചേരുകയാണ്. സജോ, ഇന്നലെ രാവിലെയാണ് HDFC ബാങ്കിന്റെ ശാഖയിലേക്ക് ഇഡി എത്തുന്നത്. പിന്നാലെ വീണാറ്റി വരുന്നു, അവരുടെ ലോക്കർ തുറന്ന് പരിശോധിക്കുന്നു. കാര്യമായ രേഖകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇഡി വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നത്. പക്ഷേ മറ്റ് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചും, വീണാറ്റിയുടെ മാത്രമല്ല മറ്റ് അക്കൗണ്ടുകളെല്ലാം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും സ്വത്തു കണ്ടുകെട്ടൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇഡി ഈ വിഷയത്തിൽ കടക്കുന്നു എന്നത് കൂടിയാണ് നമ്മൾ അറിയുന്നത്. മാധു, അന്വേഷണം വേഗത്തിലാക്കാൻ ഇഡി പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി ഈ ഇഡി കേസിന്റെ തന്നെ ആധാരം യഥാർത്ഥത്തിൽ SFIOയുടെ അന്വേഷണ റിപ്പോർട്ടും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ രേഖകളുമാണ്. നേരത്തെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ മുന്നിൽ വന്ന രേഖകളും അത് പിന്നീട് SFIO റിപ്പോർട്ടിൽ ഇടം പിടിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ രേഖകളുമാണ്. പക്ഷേ മറ്റൊരു കേന്ദ്ര ഏജൻസിയായ SFIOയുടെ രേഖകൾ, വിശദാംശങ്ങൾ, കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിട്ടുകിട്ടണം എന്ന ഇഡിയുടെ ആവശ്യം അംഗീകരിക്കപ്പെട്ടെങ്കിലും അത് ഇതുവരെ യഥാർത്ഥത്തിൽ ഇഡിക്ക് ലഭ്യമായിട്ടില്ല എന്നാണ് ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് എത്ര വേഗത്തിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിയും എന്നത് മറ്റൊരു വെല്ലുവിളിയായും ഇഡിയുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളെക്കുറിച്ച് ഇഡിക്ക് ധാരണയുണ്ടെങ്കിലും ആ രേഖകൾ ഒഫീഷ്യലായി ലഭിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ന് വെച്ചാൽ രണ്ട് കേന്ദ്ര ഏജൻസികൾ തമ്മിൽ അത്ര ഒരു കോർഡിനേഷൻ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നതൊരു വെല്ലുവിളിയായി നിൽക്കുന്നുണ്ട്. ആ രേഖകൾ വിട്ടുകിട്ടിയതിനു ശേഷമായിരിക്കും അടുത്ത നടപടിയിലേക്ക് ഇഡി കടക്കുക. ഇതിനിടെയാണ് ഈ ലോക്കർ തുറന്ന് പരിശോധിച്ചത്. എന്തെങ്കിലുമൊക്കെ രേഖകളുണ്ടോ, വിശദാംശങ്ങളുണ്ടോ, പുതുതായി എന്തെങ്കിലും വിവരം ലഭ്യമാകുമോ എന്നൊക്കെ അറിയാനാണ് പരിശോധന നടത്തിയത്. അത് പക്ഷേ കാര്യം അതൊരു സ്വാഭാവിക നടപടിക്രമമായി കണ്ടാൽ മതി. പക്ഷേ എന്തെങ്കിലും ഒരു വിശദാംശം പുതുതായി ലഭ്യമാകുമോ എന്ന ഒരു പരിശോധന കൂടിയായിരുന്നു അത്. അതിൽ പക്ഷേ കാര്യമായ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ 242 അക്കൗണ്ടുകൾ എന്ന് പറയുന്നത് എല്ലാം വീണയുടേതല്ല, വ്യത്യസ്ത ആളുകളുടെ അക്കൗണ്ടുകളാണ്. അത് ഈ കേസുമായി ബന്ധപ്പെട്ട് വിശാലമായ ഒരു തലമുണ്ട്. അപ്പോൾ അതിലുൾപ്പെട്ട അക്കൗണ്ടുകളാണ്. അത് നേരത്തെ തന്നെ മരവിപ്പിച്ചിട്ടുള്ളതാണ്. അത് ഇനിയിപ്പോൾ കണ്ടുകെട്ടാനുള്ള നടപടിയിലേക്ക് കടക്കാൻ കഴിയും. അതായത് ഈ CMRലുമായി ബന്ധപ്പെട്ട് നേരത്തെ SFIO റിപ്പോർട്ടിലടക്കം പരാമർശമുള്ള 182 കോടി രൂപ പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്ന നിലയിൽ അവർക്ക് ബാധകമായ നിയമത്തിന് വിരുദ്ധമായി ഓഹരി ഉടമകളെ വഞ്ചിക്കും വിധം ഇടപാടുകൾ നടത്തി എന്ന ആക്ഷേപമാണ് അതിലുള്ളത്. അതുൾപ്പെടെയുള്ള 242ഓളം അക്കൗണ്ടുകളെ കുറിച്ചുള്ള തീരുമാനമാണ് വരേണ്ടത്. അത് ഇഡി എടുത്തിട്ടില്ല. അന്വേഷണം വേഗത്തിലാക്കാനും ഒക്കെ ഇഡി ഒരുങ്ങുന്നു എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് സജോ ദേവസ്യ നൽകുന്നത്. പക്ഷേ ഇന്നലെ ലോക്കർ തുറന്ന് നടത്തിയ പരിശോധനയിൽ ഇഡി പ്രതീക്ഷിച്ചത് ഒന്നും കിട്ടിയിട്ടില്ല.